ജനവിധി എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ നമ്മുടെ CP റാഷിദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CP റാഷിദ് അറിയാലോ, സോഷ്യൽ മീഡിയയിൽ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് താരമായി മാറിയ CP റാഷിദ് പറഞ്ഞിരുന്നു. CP റാഷിദിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 11,000 വോട്ട് മുതൽ 16,000 വരെ വോട്ടുകൾക്ക് UDF ജയിക്കുമെന്നാണ് CP റാഷിദ് പറയുന്നത്. അതിന് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. അതിൽ പല ആൾക്കാരും പറയുന്നത് 16,000 അല്ല 16,000 മുകളിൽ ഭൂരിപക്ഷത്തിനായിരിക്കും UDF ജയിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ LDF ക്യാമ്പിൽ നിന്ന് അത്രമാത്രം ആത്മവിശ്വാസം വരുന്നില്ല. സ്വരാജ് ജയിക്കും, ഒരു ചെറിയ മാർജിനിലൊക്കെ സ്വരാജ് ജയിക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇടതുപക്ഷത്ത് നിന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. മാത്രമല്ല അവിടുത്തെ സ്ഥിതിഗതികൾ, PV അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന് അറിയാലോ. PV അൻവർ ആരുടെ വോട്ടാണ് പിടിക്കാൻ പോകുന്നത്? ഒരു സംശയം വേണ്ട. PV അൻവർ പിടിക്കാൻ പോകുന്നത്, PV അൻവർ ചൊരണ്ടി എടുക്കാൻ പോകുന്നത്, PV അൻവർ മാന്തി എടുക്കാൻ പോകുന്നത് LDFന്റെ വോട്ടുകൾ തന്നെയാണ്. ഏറ്റവും അവസാനം നിങ്ങൾ ഇടക്കാലത്ത് പിണറായി പോലെ അല്ലെ പിണറായിസത്തെക്കാൾ അപകടകരമാണ് സതീശനിസം എന്നൊക്കെ പറഞ്ഞിട്ട് VD സതീശനെതിരെ കൊടുവാൾ അല്ലെങ്കിൽ വാൾ ഉയർത്തിയ അല്ലെങ്കിൽ ചാട്ടവാർ ഉയർത്തിയ PV അൻവർ അവസാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്ലേറ്റ് മാറ്റി ചവിട്ടുന്നത് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. UDF ക്യാമ്പിൽ അല്ലെങ്കിൽ VD സതീശനെതിരെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കാര്യമായ ആരോപണങ്ങളോ അല്ലെങ്കിൽ കാര്യമായ ആക്രമണങ്ങളോ ഒന്നും അൻവർ ഉയർത്തിയില്ല. അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ UDFലെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാലോ. ചിലരൊക്കെ അൻവറുമായി ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അൻവറുമായി വളരെ കൃത്യമായ രീതിയിലുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ അണിയറയിൽ നടന്നിരുന്നു. അൻവറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സേഫായ ഒരു സീറ്റ് UDF നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം മുതൽ തന്നെ തന്റെ നിലപാട് മാറ്റുകയും UDFനോട് വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുകയും ആദ്യം അൻവർ പറഞ്ഞാണ് 25,000 വോട്ടിന് താൻ ജയിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അവസാനം അൻവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞത് താൻ ജയിച്ചില്ലെങ്കിലും UDF സ്ഥാനാർത്ഥി ജയിക്കണം എങ്കിലേ പിണറായിസം അവസാനിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയി. അല്ലെങ്കിൽ സ്വരാജ് ജയിക്കാൻ പോകുന്നില്ല. പല കാരണങ്ങൾ ഞാൻ അതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് സ്വരാജ് ജയിക്കില്ല എന്നുള്ളത്.